Hello, നമുക്ക് ഇന്ന് ബേസിക് അനസ്തെറ്റിക് ടെക്നിക്സ് ഡിസ്കസ് ചെയ്യുന്നത് സെമിസ്റ്റർ 4 OT and DT യൂണിറ്റ് 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, അനസ്തേഷ്യ ഇസ് ഡിഫൈൻഡ് ആസ്, അറിയാലോ അനസ്തേഷ്യ പെയിൻ സെൻസേഷൻ കുറയ്ക്കാനാണ് മെയിൻ ഉദ്ദേശം. അപ്പം ആൻസർ ചെയ്യുന്നത് ബി ആണ്. ബേസിക്കലി പെയിൻ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആൻസർ ബി ആണ്. ഹു ഡെമോൺസ്ട്രേറ്റ് ഈതർ അനസ്തേഷ്യ 1846? അത് ആൻസർ ബി ആണ്, മോർട്ടൺ ആണ്. വില്യം മോർട്ടൺ അത് പ്രൂവ് ചെയ്ത ഈതർ വെച്ചിട്ട് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റും. Either demonstration was done at other answer C ആണ്. മസ്സേഷ്യൂസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റലിലാണ് ചെയ്തത്, ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഏർലി അനസ്തേഷ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വളരെ ക്രൂഡായിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ടായിരുന്നു. OPM ആൽക്കഹോളൊക്കെ യൂസ് ചെയ്തിട്ട്, പക്ഷേ അത് വളരെ എഫക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു. നീദർ ഇസ് യൂസ്ഫുൾ ബിക്കോസ് ഇതിൻ്റെ പ്രത്യേകത എന്താണ്, അത് ഹൈലി വോളറ്റൈലാണ്. വോളറ്റൈലാകുമ്പോൾ പെട്ടെന്ന് അത് ഗ്യാസിലേക്ക് കൺവേർട്ട് ആവും. ആകുമ്പോൾ പേഷ്യൻറ്റിന് ശ്വാസത്തിൽ കൂടെ അത് കടത്തിയിട്ട് എളുപ്പമാണ്. ആൻസർ സി ആണ്. മേജർ ഡിസഡ്വാൻറ്റേജ്, ക്ലോറോഫോറിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഹാർട്ടിനെ ബാധിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഹാർട്ട് നിർത്താനും നിൽക്കാനും സാധ്യതയുണ്ട്, കാർഡിയക് അറസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്, കാർഡിയക് ഡിപ്രഷൻ. അപ്പോൾ ഹലത്തൈൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ, ഏത് വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആൻസർ ബി ആണ്, 1956 ആണ്. ഒരു മോഡേൺ ഇൻഹലേഷൻ ഏജൻ്റ് ആണ്. റീജിയണൽ അനസ്തേഷ്യ മെയിൻലി റിഡ്യൂസസ്. റീജിയണൽ അനസ്തേഷ്യ കൊണ്ട് എന്താണ് ഗുണം, നമുക്ക് ഓപ്പിയോയിഡ് റിക്വയർമെൻറ്റ്സ് കുറയും. കാരണം അത്രയും അതിൻ്റെ എഫക്റ്റ് ഇവിടെ കിട്ടുമ്പോൾ ബാക്കി മറ്റു മരുന്നിൻ്റെ റിക്വയർമെൻറ്റ് കുറയും. ERS പ്രോട്ടോക്കോളിൽ യൂസ് ചെയ്യുന്നതാണത്. ആൻസർ ബി ആണ്, ഓപ്പിയോയിഡ് റിക്വയർമെൻറ്റ്. ഫസ്റ്റ് IV അനസ്തെറ്റിക്, ആദ്യത്തെ IV അനസ്തെറ്റിക് ഏതായിരുന്നു? ആൻസർ സി ആണ്, തയോപെൻറ്റോൾ. 1930s ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പ്രൊപ്പഫോൾ ഈസ് യൂസ്ഡ് ഫോർ, പ്രൊപ്പഫോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അനസ്തേഷ്യ തുടക്കത്തിൽ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്, ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആൻസർ ബി ആണ്, ഇൻഡക്ഷൻ. മിനിമം മോണിറ്ററിങ് ഇൻ്റർവൽ, എത്ര സമയത്ത് എടുക്കാൻ നമ്മൾ മോണിറ്റർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം? ആൻസർ എവറി 5 minutes ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻസർ ബി ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ. SpO2 എന്ന് പറയുമ്പോൾ സാച്ചുറേഷൻ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ആണ്. അത് നോൺ ഇൻവേസീവ് മെത്തേഡാണ്. പൾസ് ഓക്സിമെട്രി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫിംഗർ ടിപ്പിൽ നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്നത്. അത് ബ്ലഡിനകത്ത് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് ആണ് നോക്കുന്നത്. ഓക്കെ, സോ ആൻസർ ബി ആണ്. ETC എൻ ടൈഡൽ കാർബൺ ഡയോക്സൈഡ് ആണ്. വെന്റിലേഷൻ്റെ പ്രോസസ്സിൽ ലാസ്റ്റിൽ വരുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അളക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ അളവ് വെച്ചിട്ട് നമുക്ക് വെന്റിലേഷൻ പ്രോപ്പറാണോ അറിയാൻ പറ്റും. ഓക്കെ, ആൻസർ ബി ആണ്. ECG നമുക്കറിയാം, ഹാർട്ടിനെ മെഷർ ചെയ്യുന്ന ഇലക്ട്രോകാർഡിയോഗ്രാമാണ്. ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന മോണിറ്ററാണ്, എക്യുപ്മെൻ്റാണ്. ആൻസർ ബി ആണ്. ടെമ്പറേച്ചർ മോണിറ്ററിങ്ങിന് പ്രോബ് ഉണ്ട്. ആൻസർ ബി ആണ്. പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ്, എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ മുമ്പ് പേഷ്യൻ്റ് നമ്മൾ അസസ് ചെയ്യുന്നത്? കാരണം അനസ്തേഷ്യ സമയത്ത് റിസ്ക് ഉണ്ടാവും. അപ്പോൾ പേഷ്യൻ്റെ ജനറൽ ചെക്കപ്പും മെഡിക്കൽ ഹിസ്റ്ററിയും കാർഡിക്കും ബാക്കി ഓവറോൾ ലങ്സിൻ്റെ ഫംഗ്ഷനും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം അനസ്തേഷ്യ സമയത്ത് കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. ആൻസർ ബി ആണ്. ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററി ഇൻക്ലൂഡ്സ്, ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് മെഡിക്കൽ ഹിസ്റ്ററി. പേഷ്യൻ്റ് നേരത്തെ മരുന്നായിട്ട് അലർജി ഉണ്ടോ, ഡ്രഗ്സ് റിയാക്ഷൻസ് ഉണ്ടോ, വേറെ സർജറീസ് ചെയ്തിട്ടുണ്ടോ, വേറെ കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ, വേറെ അസുഖങ്ങളുണ്ടോ, എല്ലാം നോക്കണം. ഫാമിലി ഹിസ്റ്ററി അതെല്ലാം നോക്കണം. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഈ പേഷ്യൻ്റ് റിസ്ക് അസസ് ചെയ്യണമെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കണം. ആൻസർ ബി ആണ്. സ്മോക്കിംഗ് നാച്ചുറലി റെസ്പിറേറ്ററി സിസ്റ്റം ബാധിക്കുന്നു. സ്മോക്കർ ആയിട്ടുള്ള ആളിന് ലങ്സ് കോംപ്രമൈസ്ഡ് ആയിരിക്കും. അനസ്തേഷ്യ സമയത്ത് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്. മെലമ്പറ്റി ഗ്രേഡിംഗ് അസസ്, മെലമ്പറ്റി ഒരു ഇന്ത്യൻ ഡോക്ടറാണ്. പുള്ളി എയർവേയുടെ ഗ്രേഡിംഗ് ആണ് ചെയ്തത്. ഇൻറ്റുബേറ്റ് ചെയ്യുമ്പോൾ എയർവേയിൽ എന്തൊക്കെ തടസ്സം വരാം, എന്തൊക്കെ ബുദ്ധിമുട്ട് വരാൻ വെച്ചിട്ട് ഗ്രേഡിംഗ് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ട്യൂബിന് എളുപ്പമാണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ എയർവേ ആണ് എൻ്റെ ആൻസർ ബി ആണ്. മെലമ്പറ്റി ഗ്രേഡിംഗ് 4 ക്ലാസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, 1 to 4. ഇപ്പോൾ ഗ്രേഡ് 1 അല്ലെങ്കിൽ ക്ലാസ് 1 എന്ന് പറയുന്നത് സോഫ്റ്റ് പെല്ലറ്റ് ട്യൂബുലർ ഫോസസും ടോൺസിലും കാണാൻ പറ്റും, വിസിബിളാണ്. അപ്പോൾ ഈസി ഇൻറ്റുബേഷനാണ്. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ സോഫ്റ്റ് പെല്ലറ്റ് ട്യൂബുലർ പാർഷ്യലി കാണാം, ഫോസസ് കാണാം, സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് ആയിരിക്കും ഗ്രേഡിംഗ് ഇൻറ്റുബേഷൻ.
ഗ്രേഡ് 3 അല്ലെങ്കിൽ ക്ലാസ് 3 എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് പാലറ്റ് വിസിബിൾ ആണ്, ബേസ് ഓഫ് യൂല വിസിബിൾ ആണ്, ഇൻ്റർപ്രിറ്റേഷൻ മോഡറേറ്റ് ഡിഫിക്കൽട്ടിയാണ്. ഗ്രേഡ് 4 എന്ന് പറയുമ്പോൾ ഹാർഡ് പാലറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഇൻ്റർപ്രിറ്റേഷൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതാണ് മെലംപതി ഗ്രേഡിംഗ് എന്നത് ഒരു ഇന്ത്യൻ ഡോക്ടർ ചെയ്ത ഗ്രേഡിംഗ് ആണ്. തെർമോമീറ്റർ ഡിസ്റ്റൻസ് നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു അളവാണ് തെർമോമീറ്റർ ഡിസ്റ്റൻസ്. ഇതിൽ ലെന്ത് കുറവാണെങ്കിൽ, നെക്ക് ഷോർട്ട് ആണെങ്കിൽ ഇൻഡിക്കേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കഴുത്തിന് നീളം കൂടുമ്പോൾ ഇൻഡിക്കേഷൻ ബെറ്റർ ആവും, കഴുത്തിൻ്റെ നീളം കുറയുമ്പോൾ ഇൻഡിക്കേഷൻ ഡിഫിക്കൽട്ട് ആവും. അപ്പം ലെസ് ദാൻ 6.5 സെൻറ്റിമീറ്റർ തെർമോമീറ്റർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇൻഡിക്കേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ആൻസർ ബി ആണ്. ECG നമുക്ക് എല്ലാ പേഷ്യൻ്റ് എടുക്കുമെന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ എൽഡർലി പേഷ്യൻസ്, റിസ്ക് ഉള്ള പേഷ്യൻസ് ആണ് എടുക്കുന്നത്. എല്ലാവരും എടുക്കാൻ നിർബന്ധമില്ല. അപ്പം ആൻസർ ബി ആണ്. ചെസ്റ്റ് എക്സ്റേ ഈസ് ഡൺ വെൻ ഇൻഡിക്കേറ്റഡ്. എല്ലാ പേഷ്യൻസ് ചെസ്റ്റ് എക്സ്റേ എടുക്കാൻ നിർബന്ധമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെസ്റ്റ് എക്സ്റേ എടുക്കാം. ആൻസർ ബി ആണ്. ASA 1 എന്ന് വെച്ചാൽ അനസ്തീഷ്യയുടെ ഗ്രേഡിംഗ് ആണ്, പേഷ്യൻ്റെ ഗ്രേഡ് ചെയ്യുന്നതാണ്. ASA 1 എന്ന് പറഞ്ഞാൽ ഹെൽത്തി പേഷ്യൻ്റ് ആണ്, റിസ്ക് കുറവുള്ള പേഷ്യൻ്റ് ആണ്. ASA 2 എന്ന് പറയുന്നത് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അപ്പം കുറച്ച് റിസ്ക് ഉള്ള പേഷ്യൻ്റ് ആണ് ASA 2 എന്ന് പറയുന്നത്. ASA 3 എന്ന് പറയുന്നത് സിവിയർ ഡിസീസ്, ലങ്സിൽ ഹാർട്ടിലൊക്കെ കംപ്ലൈൻ്റ് ഉള്ള പേഷ്യൻസ് ആയിരിക്കും, ഹിസ്റ്റമിക് ഡിസീസ് ഉണ്ടാവും, അപ്പം റിസ്ക് വളരെ കൂടുതലാണ്. ആൻഡ് ASA 4 എന്ന് പറയുമ്പോൾ വളരെ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ്. അപ്പം അനസ്തേഷ്യ സമയത്ത് ഡെത്ത് വരെ വരാൻ സാധ്യതയുള്ള ഒരു പേഷ്യൻ്റാണ് ASA 4. ASA 5 മൊത്തം മോറിബണ്ട്. മോറിബണ്ട് മീൻസ് എക്സ്പെക്ട് ലൈഫ് സർവൈവ് ഉള്ള ചാൻസ് വളരെ വളരെ കുറവാണ്, റിസ്ക് ഭയങ്കര കൂടുതലാണ്. അപ്പം ആൻസർ ബി ആണ്. NPU മീൻസ് നിൽ പെർ ലോറിൽ പേഷ്യൻ്റ് അനസ്തേഷ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കുക ഒഴിവാക്കുന്നതാണ്. അപ്പം യൂഷ്വലി ഒരു 12 hours ഫാസ്റ്റിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. സോളിഡ് ഫുഡും ലിക്വിഡ് ഫുഡും ഉണ്ട്. സോളിഡ് ഫുഡ് നമ്മൾ എന്തായാലും ഒരു 12 hours അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 8 hours മുമ്പെങ്കിലും നമ്മൾ മിനിമം ഫാസ്റ്റിംഗ് ടൈം വെക്കണം. ഇതിനകത്ത് ആൻസർ സി ആണ്. ക്ലിയർ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്, വെള്ളം അല്ലെങ്കിൽ ലിക്വിഡാണ് ഉദ്ദേശിക്കുന്നത്. അത് മിനിമം 2 hours മുമ്പെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ആൻസർ ബി ആണ്. പ്രീ മെഡിക്കേഷൻ വെച്ചാൽ അനസ്തേഷ്യയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചില മെഡിസിൻസ് നമ്മൾ കൊടുക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ആൻസൈറ്റി കുറയ്ക്കാൻ, സെക്രഷൻ കുറയ്ക്കാനൊക്കെ കൊടുക്കുന്ന മെഡിസിനാണ്. അപ്പോൾ ആൻസർ ബി ആണ്. സെഡേറ്റീവിൻ്റെ എക്സാമ്പിൾ മിഡാസോൾ ആണ്, ഒരു ബെൻസോഡിസിപ്പിൻ ആണ്. ആൻസർ ബി ആണ്. സെഡേഷൻ ഉണ്ടാക്കുന്ന മെഡിസിനാണത്. ഓപ്പിയുടെ എക്സാമ്പിൾ നാർക്കോട്ടിക് അനാൽജസിക് ആണ്, മോർഫിൻ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. ആൻസർ എ ആണ്. ഡ്രഗ് ദാറ്റ് റെഡ്യൂസസ് സെക്രീഷൻസ്, ഇൻറ്റസ്റ്റൈനിലും വാക്യാത്തിലുമൊക്കെ ഇൻറ്റേർണൽ സെക്രീഷൻസ് കുറയ്ക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് എട്രോപിൻ ആണ്. ആൻസർ എ ആണ്. പെയിൻ റിലീഫ്, ആൻസർ ബി എ ആണ്, പാരസിറ്റമോൾ ആണ്. ഡോംപെഡോൺ എന്ന് വെച്ചാൽ ഒരു ആൻറ്റി എമറ്റിക് അല്ലെങ്കിൽ വോമിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നോസിയ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ആൻസർ ബി ആണ്. കാത്തറ്ററിൻ്റെ സൈസ് പല സൈസ് കാത്തറ്റർ യൂസ് ചെയ്യും. സാധാരണ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 20 ഗോസ് ആണ്, 20 G ആണ്. ആൻസർ എ ആണ്. ലീക്ക് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എയറിൻ്റെ ഗ്യാസ് ലീക്ക് ആവാതിരിക്കാനും സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ലീക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഫെയിൽ സേഫ് പ്രിവെൻസ്, അപ്പം ഒരു ഓക്സിജനൊക്കെ സപ്ലൈയിൽ എന്തെങ്കിലും പ്രശ്നം വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഓക്സിജൻ കിട്ടണമെങ്കിൽ ഫെയിൽ സേഫ് മെത്തേഡ്സ് യൂസ് ചെയ്യണം. അപ്പം ഇതിൻ്റെ ആൻസർ ഹൈപ്പോക്സിയാണ്, ബി ആണ്. ഫ്ലോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? ഗ്യാസിൻ്റെ ഫ്ലോ ആണ്. പലതരത്തിൽ ഗ്യാസ് അനസ്തേഷ്യ യൂസ് ചെയ്യും. എല്ലാത്തിനും സെപ്പറേറ്റ് ഫ്ലോമീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫ്ലോമീറ്റേഴ്സ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ ആൻസർ ബി ആണ്, ഗ്യാസ് ഫ്ലോ. വേപ്പറൈസർ എന്തിനാണ്? ഒരു ലിക്വിഡിനെ ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് വേപ്പറൈസർ. പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുമ്പോൾ ഈ മെഡിസിൻ ലങ്സിൽ എത്തിക്കാനായിട്ട് ഗ്യാസിൻ്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. ഇൻഡക്ഷൻ ഡ്രഗ് എന്ന് വെച്ചാൽ അനസ്തേഷ്യ തുടങ്ങുമ്പോൾ കൊടുക്കുന്ന ഡ്രഗാണ് ഇൻഡക്ഷൻ ഡ്രഗ് എന്ന് പറയുന്നത്. ആൻസർ പ്രൊപ്പോഫോൾ ആണ്, എ ആണ്. റാപ്പിഡ് ഇൻഡക്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. റാപ്പിഡ് ഷോർട്ട് ടേം മസിൽ റിലാക്സേഷൻ, ഏത് മെഡിസിനാണ് പെട്ടെന്ന് മസിൽ റിലാക്സ് ആക്കുന്നത്? കുറച്ച് നേരത്തേക്ക്
ഇത് സെക്സാമെഥോണിയമാണ് ആൻസർ. ഇതൊരു ഡീപോളറൈസിങ് ഏജന്റ് ആണ്. ലോക്കൽ അനസ്തെറ്റിക്സ് ഏതാണ്? ലോക്കലായിട്ട് നമ്മൾ ഒരു ഏരിയ നമുക്ക് അനസ്തെഷ്യ കൊടുക്കണം അല്ലെങ്കിൽ മരവിപ്പിക്കണമെങ്കിൽ കൊടുക്കുന്ന മരുന്ന് ലിഡോക്കെയിൻ ആണ്. ലോക്കലായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിനാണ്. എമർജൻസി ഡ്രഗ്, എമർജൻസിക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഇതിനകത്ത് അഡ്രിനാലിനാണ്. അനാഫിലിക് റിയാക്ഷനോ അല്ലെങ്കിൽ കാർഡിക് പേഷ്യൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിനാണ് അഡ്രിനാലിൻ. ലൈഫ് സേവിങ് ഡ്രഗാണ്. ആൻസർ എ ആണ്. ബ്രോങ്കോഡൈലേറ്റേഴ്സ് ആർ യൂസ്. ബ്രോങ്കോഡൈലേറ്റേഴ്സ് മീൻസ് ശ്വാസമുട്ടുള്ള പേഷ്യൻസിന് ബ്രോങ്കസും എയർവേ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ അതിന് ഡൈലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മരുന്നാണ് ബ്രോങ്കോഡൈലേറ്റർ. സാധാരണ ആസ്മ പേഷ്യൻ്റാണ് യൂസ് ചെയ്യുന്നത്. ആൻസർ എ ആണ്. ഓസ്മോട്ടിക് ഡയറക്ടർ മീൻസ് നമ്മളുടെ ഓസ്മോട്ടിക് പ്രഷർ കൂട്ടിയിട്ട് വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്ന ഒരു മരുന്നാണ് ഓസ്മോട്ടിക് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ എ ആണ്, മാനിറ്റോൾ. ബി പി കുറയ്ക്കുന്ന മരുന്ന് വിച്ച് ഡ്രഗ് റെഡ്യൂസസ് ബി പി? ഇതിനകത്ത് ഈ ഓപ്ഷൻ ഉള്ളത് നൈട്രോഗ്ലിസറിൻ ആണ്. നൈട്രോഗ്ലിസറിൻ കൊടുക്കുമ്പോൾ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ആവും, അങ്ങനെ ബി പി ഫോൾ ഉണ്ടാവും. ആൻസർ എ. ആൻറ്റിബയോട്ടിക്സ് യൂസ് ഫോർ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്. ആൻസർ എ ആണ്. അനലിസിക് എക്സാമ്പിൾ ഇതിനകത്ത് അനലിസിക് എന്ന് പറയുന്നത് ഇബുപ്രോഫൻ ആണ്. അതൊരു പെയിൻ റിലീഫ് ഡ്രഗ് ആണ്. ആൻസർ എ ആണ്. പിന്നെ ഈ ഷോർട്ട് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കുക, നോക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുക. മിക്കവാറും ഈ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാംസിൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. എന്നിട്ട് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.